ഇനി തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ പഴയ പ്രതികരണങ്ങൾ പ്രചാരണായുധമാക്കി LDF. BJP നേതാവായിരുന്ന കാലത്തെ പ്രതികരണങ്ങളും പ്രസ്താവനകളുമാണ് പ്രചരിപ്പിക്കുന്നത്. വർഗീയ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിൽ എത്തിയത് എന്നാണ് സന്ദീപ് വാര്യരുടെ മറുപടി. കോൺഗ്രസിലെത്തിയതിനു ശേഷം ചിന്തയിലും സ്വപ്നങ്ങളിലും പോലും അത്തരം നിലപാടുകളില്ല എന്നും ഇനിയും തന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും സന്ദീപ് വാര്യർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നേരത്തെ ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന ഒരാളാണ് ഞാൻ തെറ്റിതിരുത്തി വന്ന ഒരാളാണ് ഞാൻ. ആ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് വന്ന ഒരാളാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനു ശേഷം എൻ്റെ ശരീരഭാഷയിലോ എൻ്റെ ഭാഷയിലോ എൻ്റെ നോട്ടത്തിലോ ഇനി എൻ്റെ സ്വപ്നത്തിൽ പോലും ഏതെങ്കിലും ഒരു തരത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയോ ഒരു പ്രതികരണമോ കടന്നു വന്നതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അരുൺ, തൃക്കരിപ്പൂരിൽ ഇലക്ഷൻ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഈ ക്രിസ്റ്റൽ ക്ലിയർ പട്ടം പിൻവലിച്ചോ CPM? മാധു, സന്ദീപ് വാര്യർ BJP നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചില വിദ്വേഷ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ആ ഘട്ടത്തിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. പിന്നീട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന ഘട്ടത്തിലും അതോടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലൊക്കെ CPM അത്തരം പ്രതികരണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. ഇപ്പോഴിതാ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്, പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ മുൻകാല പ്രതികരണങ്ങൾ, സന്ദീപ് വാര്യരുടെ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഇവിടെ പ്രചാരണ വിഷയമാക്കുകയാണ് CPM. അത് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ ആ മുൻകാല പ്രതികരണങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്, അത്തരം പ്രചരണങ്ങൾ നടത്തുകയാണ് CPM. അതിൽ സന്ദീപ് വാര്യർ നൽകുന്ന മറുപടി എന്നുള്ളത് താനൊരു തെറ്റായ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് തൻ്റെ ഭാഗത്തുനിന്ന് അത്തരം വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായത്. താൻ അത് തിരുത്തിയാണ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം തൻ്റെ ചിന്തയിലോ സ്വപ്നങ്ങളിലോ പോലും അത്തരം വർഗീയമായിട്ടുള്ള നിലപാടുകളോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വർഗീയവാദി എന്ന് വിളിക്കുന്നത് തൃക്കരിപ്പൂരിൽ അത് പരാജയ ഭീതി മൂലം ഇത്തരം വിവരങ്ങൾ നൽകിയത്. അത് ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയുന്നത്.